ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അത് ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് സംഭവം എന്താണൊക്കെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സാധനം അൺബോക്സ് ചെയ്യാം. കുത്തിക്കീറ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഗൈസ്. ഇത് കുറെ നാട് കൊണ്ട് എന്റെ കാത്തിൽ കിടന്ന സാധനമാണ്. സാധനം എന്താണെന്ന് കാണിക്കാൻ പോവാണ്. ഇതാണ് ഗൈസ് സാധനം. മേക്ക് മീ ബോൾഡിന്റെ ഹോട്ട് എയർ ബ്രഷ് എന്ന് വെച്ചാൽ അർബൻ യോഗിന്റെ ആണിത്. അർബൻ യോഗിന്റെ 3-in-1 ഹോട്ട് എയർ ബ്രഷ് ആണ് ഗൈസ് ഇത്. എനിക്ക് ഭയങ്കര സന്തോഷം ഗൈസ്, കാരണം കുറെ നാളുകൊണ്ട് എന്റെ കാത്തി കിടന്ന സാധനമായത് ഇപ്പോഴാണ് ഒന്ന് വാങ്ങാൻ പറ്റിയത്. എങ്ങനെ എന്റെ യൂസ് നോക്കാം. ഫുള്ള് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുവാണ് ഗൈസ്. ഇടയ്ക്ക് വെച്ച് ലൈറ്റ് അടിക്കുവാൻ ചാൻസ് ഉണ്ട്, ചാർജ് ഇല്ല. അപ്പൊ പൊട്ടിക്കാം. അൺബോക്സിംഗ് വീഡിയോ ആണ് ഗൈസ്. ഇത് ഞാൻ നമ്മുടെ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം വാങ്ങുന്നതിനെ പറ്റി. ഫാൻ ഇടുന്നോ? ഭയങ്കര സൗണ്ട് ആയിരിക്കും. കുഴപ്പമില്ല, നല്ല വിയർക്കുന്നുണ്ട് ഗൈസ്. ചൂട് കാരണം നമ്മൾ ഫാൻ സെറ്റ് ചെയ്യുവാണ്. അപ്പൊ കഴിഞ്ഞ ലൈവില് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാധനം വാങ്ങുന്നതിനെ പറ്റി. അപ്പം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ റിവ്യൂ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞത് ഇത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയത്തില്ല. ഞാൻ ബിഗിനറാണ് ഗൈസ്. അപ്പൊ ഞാൻ ബിഗിനറാണ്. നമുക്ക് ഇനി എന്തായാലും ഇതൊന്ന് തുറക്കാവേ. ഇതിന്റെ അകത്താണ് ഗൈസ് വരുന്നത്. ആകെ സർപ്രൈസ്ഡ് ആണ് ഗൈസ്. സൂപ്പർ സൂപ്പർ, ഭയങ്കര പ്രീമിയം ലുക്ക് ഗൈസ്. ഇത് സെറ്റ് ചെയ്യുന്ന അറിയോ? സെറ്റ് ചെയ്യാനൊക്കെ അറിയാം. ഇതുപോലത്തെ ഒരു ബ്രഷ് വരുന്നുണ്ട്, ഹോട്ട് എയർ ബ്രഷ് വരുന്നുണ്ട്, പിന്നെ ഒരു ബോൾ ഡ്രയർ വരുന്നുണ്ട്, പിന്നെ ഇതിന്റെ ഈ ഒരു അറ്റാച്ച്മെന്റ് സാധനം. വയറൊക്കെ ഉണ്ട് ഗൈസ് ഇതിന്റെ അടിയിൽ. ഇത് മൊത്തത്തിൽ ഞാൻ ഒന്ന് എടുക്കാം. നല്ലൊരു മണം. അവരെന്തോ വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. ഇതൊക്കെ എന്താന്ന് പറയാ? വെയിറ്റ്, യു ആർ നോട്ട് യൂസിങ് ദിസ് റൈറ്റ്, സ്കാൻ ടു ഫിക്സ് ഇറ്റ് ഇൻസ്റ്റന്റ്ലി. സ്കാൻ ചെയ്യാനൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ വാറന്റി കാർഡാണ്. 3-in-1 ഹോട്ട് ബ്രഷ്. മാനുവലൊക്കെ ഉണ്ട് കേട്ടോ, ഇതിന്റെ മാനുവലൊക്കെ ഉണ്ട്. അസംബിൾ, ഡിസേബിൾ, അസംബിൾ. അപ്പൊ നമ്മൾ ഇതൊക്കെ നോക്കി ഇത് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഇത്ര സന്തോഷം എന്ന് വെച്ചാൽ കുറെ നാളുകൊണ്ട് എന്റെ കാർത്തി കിടക്കുന്ന സാധനമാണ് ഗൈസ്. ഇത് ഞാൻ വാങ്ങണം വെച്ചാൽ ഇപ്പോഴാണ് വാങ്ങുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കാണാനും കണ്ടോ നല്ല രസമുണ്ട്. ഒരു പ്രീമിയം ടച്ച് ഒക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് സൗണ്ട്, ഫാന്റെ സൗണ്ട് കാണും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. പുതിയ മൈക്ക് നമ്മൾ ഇറക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഇതൊക്കെ ഒന്ന് ഈ സാധനം നോക്കിയിട്ട് നമുക്ക് മാനുവൽ നോക്കി നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ബാ. അപ്പൊ ഗൈസ്, ഈ ഒരു സാധനത്തില് നമ്മുടെ ഈ ഹോട്ട് എയർ ബ്രഷ് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അത് മേലോട്ടാക്കി കഴിഞ്ഞാൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. താഴോട്ടാക്കി കഴിഞ്ഞാൽ അല്ല, ഇങ്ങോട്ട് കാണിച്ചു, അവർ കറക്റ്റ് കാണണ്ടേ. നമ്മൾ കാണണ്ടേ, ഇത് താഴോട്ടാക്കിയിട്ട് അങ്ങനെ ലോക്ക് പോലാണ് കേസ്. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. രണ്ട് ഇതാണ് കേസ് ലോക്ക്. ഇതിങ്ങനെ താഴോട്ടാക്കുക, മേലോട്ടാക്കി കറക്കി എടുത്തേ.
ആ അങ്ങനെ ഊരി എടുക്കാം. ലോക്ക് ഇട്ടിട്ട് ഇല്ല മിക്സി സെറ്റപ്പ് ഗൈസ്. ഇവിടെ കണ്ടോ ഈ ഒരു ഇതുണ്ട്, ഇത് കാണിച്ച അടുത്ത് കാണിച്ച ഈ ഒരു സാധനം ഉണ്ട്, അത് ഇതിനകത്ത് ഇറക്കി വെക്കാനുള്ള ഇതുണ്ട്. അത് അറിയാൻ പറ്റും ഗൈസ്. അത് നമ്മൾ ഇങ്ങനെ കറക്കി ഞാൻ തന്നെ വെക്കാം, ഇന്നലെ വെക്കത്തോളൂ. അപ്പൊ അതത്രേ ഉള്ളു ഗൈസ്. ഇത് രണ്ടും രണ്ട് അറ്റാച്ച്മെന്റ് ആ വരുന്നത്. ഒന്ന് ഈ ഹോട്ട് എയർ ബ്രഷും പിന്നെ ഈ ഒരു ബോൾ ഡ്രയറും ആണ് വരുന്നത് ഗൈസ്. ഇത് ഇതുപോലെ തന്നെ താഴോട്ടാക്കി സെറ്റ് ചെയ്യണം ഗൈസ്. പക്ഷെ ഈ കളർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. കണ്ടേ, ഇത് നമ്മളിങ്ങനെ കുത്തണം, അത് വേറെ കാര്യം. അതെ, നമുക്ക് ട്രൈ ചെയ്യാം ഗൈസ്. ആദ്യമേ ഇതിന്റെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പൂരി എടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് സാധനങ്ങൾ വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഹീറ്റിനനുസരിച്ച് നമുക്ക് വാമ, ലോ, മീഡിയം, ഹൈ എന്നും പറഞ്ഞ് അങ്ങനത്തെ കുറച്ച് സാമഗ്രികളൊക്കെ ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. പിന്നെ ഓഫ് ആക്കുന്നതുണ്ട്. നമുക്ക് ഇതിനകത്ത് എന്തോ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ മാനുവൽ നോക്കിയിട്ട് നമുക്കിനി ഇത് ഓൺ ആക്കുന്നതിന്റെ പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പൊ ഗൈസ്, ഞാനിപ്പോ കുളിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പം കണ്ടോ, നല്ല നനഞ്ഞ മുടിയാണ്. കുറച്ച് നനവൊക്കെ പോയി. ഇതിന്റെ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നനവൊക്കെ പോയി. ഫാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് നനവുണ്ട്. എനിക്ക് ബാക്കിലോട്ടൊക്കെ നല്ല നനവുണ്ട്. പിന്നെ ഇത് കുളിച്ചതുകൊണ്ട് കുറച്ച് ഇതാണ്, കേളായിട്ട് കിടക്കുവാണ് മുടി. നമുക്ക് ഇതിനകത്തൊന്ന് ആദ്യം ഒന്ന് ഡ്രയർ വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം നമ്മുടെ ഹെയർ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ഡ്രയർ ഒന്ന് യൂസ് ചെയ്ത് നോക്കാവേ. അതെ അതെ, നമുക്ക് നോക്കാം. ആദ്യം ഞാൻ വാമിലാണ് ഇട്ടത്. നല്ല ഇതുണ്ട്. മുടിയിലടിച്ചു. നല്ല ഹീറ്റ് ഉണ്ട് ഗൈസ്. വാമിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല പവറാണ്, നല്ല പവർ ഉണ്ട്, നല്ല കാറ്റുണ്ട്. കൈ നീക്കിയിട്ട് അത്യാവശ്യം നല്ല ഹീറ്റ് ഉണ്ട്. കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. അതെ അതെ, നല്ല പവറുണ്ട്. ഒന്ന് കൂട്ടി വെക്കുക, ചൂടങ്ങ് എത്ര ഉണ്ടോന്ന് നോക്കാം. ഒന്ന് കൂട്ടി വെക്കുമല്ലോ. ഒന്ന് കുറച്ച്, പിന്നെ ഒന്ന് മീഡിയത്തിലാക്കി. എന്റെ കണ്ണിലോട്ട് നല്ല ചൂടുണ്ട്. ഹൈ ആക്കിയപ്പോ നല്ല ചൂടുണ്ട്. ഓക്കെ ഓക്കെ, പൊന്ന് നല്ല രീതിക്ക് വിയർത്ത്. അതെന്ന് വെച്ചാ ഈ സാധനം ഈ ലൈറ്റിന്റെ ഇതാണ് ഞാൻ വിയർത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ചൂടുണ്ട് ഗൈസ്. എങ്ങനുണ്ട്? ഇനി എന്തുവാ? കൊള്ളാം. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് നമ്മള് മുടിയിലെ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യണം ഗൈസ്. അത് ഞാൻ വാങ്ങിയിട്ടില്ല, അതെനിക്ക് ഒരെണ്ണം വാങ്ങണം. അത് വാങ്ങിയിട്ട് ഇതൊക്കെ ചെയ്യാവൂ, ഇല്ലെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിക്ക് ഡാമേജ് ആവും ഇത്ര ഹീറ്റ് കയറുമ്പോൾ. അതൊരു പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് ഈ മാതിരി സാധനങ്ങൾ അടിച്ചു കയറ്റാം. ഇതൊരു 35% ഒക്കെ സത്യം പറഞ്ഞാൽ ആ ഒരു നനവ് മുടി വെച്ചിട്ട് അടുത്ത നമ്മള് ആ ഒരു സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യത്തുള്ളൂ. സത്യം പറഞ്ഞാൽ സോറി, ആ ഒരു ബ്രഷ് നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ഇപ്പൊ എന്റെ സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് ഉണങ്ങി മുടി. നേരത്തെ ഉണങ്ങി നിന്നതാ, അപ്പൊ നല്ല രീതിക്ക് നനവുണ്ട്. അല്ല, നനവൊക്കെ പോയി. അപ്പം അടുത്ത് നമുക്ക് ഈ ഒരു ഹോട്ട് എയർ ബ്രഷ് സെറ്റ് ചെയ്യാവേ. ഞാനിത് അയ്യോ നല്ല ചൂടുണ്ട് കേട്ടോ, സൂക്ഷിച്ചത്. ചൂട് പോയിട്ട് അടിക്കുന്നതാണ് ഗൈസ് നല്ലത്. നല്ല ചൂടുണ്ട്. തുണിയൊക്കെ വെച്ചിട്ട് ഊരാൻ ശ്രമിക്കുക. ഇപ്പം വലിയ ചൂടില്ല, എന്നാലും ചൂടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കുട്ടപ്പൈ വെക്കാം ഗൈസ്. ഇവരാണ് മെയിൻ സാധനം. നമ്മുടെ ബ്രഷിന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും നല്ല ഇതാവുന്നുണ്ട്, ഓണാക്കിയിട്ടില്ല. അപ്പം കോംബ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മുടി മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് കോംബ് ചെയ്ത് നോക്കാവേ. ഇത്രയും മുടി എന്റെ ഫ്രണ്ടിൽ എത്ര നമുക്ക് വാമി ഇടാല്ലേ, ലോയിലിടാം. പേടിയുണ്ട്.
ഗൈസ് ഞാൻ എന്റെ മുടിയെല്ലാം വെട്ടിക്കളഞ്ഞു ഗൈസ്, അല്ലെങ്കിൽ ഞാനും ചെയ്യായിരുന്നു. ഓ സെറ്റ് 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 സെറ്റ്. എന്റെ നല്ല എണ്ണമയുണ്ട് മുടിക്കകത്ത്, അതുകൊണ്ട് ഇത്തിരി ഇതായി വരാൻ കുറച്ച് താമസം എടുക്കും. കുഴപ്പമില്ല, എന്തായാലും ചെയ്തു നോക്കും ഗൈസ്. നമ്മളിന്ന് ഫുൾ അങ്ങ് ചെയ്യാൻ പോവാണ്. ഇന്ന് ലോയിലിട്ട് നമുക്ക് വേണമെങ്കിൽ കേൾ ചെയ്തൊക്കെ എടുക്കാവേ. അതെ അതെ, കൊള്ളാം കൊള്ളാം, സംഭവം കൊള്ളാം, സംഭവം കൊള്ളാം. ആദ്യമേ എല്ലാ മുടിയും ഇങ്ങനെ ആക്കുക, എന്നിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഫസ്റ്റ് നമുക്കൊന്ന് പാർട്ടീഷൻ എടുക്കാം, എല്ലാ സൈഡും ഒന്ന് പാർട്ടീഷൻ എടുത്തിട്ട് ചെയ്യാം. പിന്നെ എന്റെ ഇപ്പൊന്ന് വെച്ചാ അത്യാവശ്യം ഒരു ഭാഗം സ്ട്രെയിറ്റ് വന്നിട്ടുണ്ട്. പിന്നെന്ന് പറയാൻ എന്തോ ഞാൻ നല്ല എണ്ണ തല ഇട്ടിട്ടാ നിൽക്കുന്നത്, ഒരു ഹെയർ പാക്ക് ചെയ്തിട്ട് ഇരിക്കുക. അതുകൊണ്ടാ, ഇല്ലെങ്കിൽ നമ്മളിതൊക്കെ ഷാമ്പൂ ഇട്ട് നല്ല രീതിക്ക് പതപ്പിച്ച് മുടി ഇങ്ങനെ പാറിക്കണം. എന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ നല്ല ബൗൺസ് കണക്ക് ഇങ്ങനെ കിടക്കും. നമ്മൾ എന്തായാലും ചെയ്താണ്, ഇത് ഫുൾ എന്തായാലും നമുക്കൊന്ന് ചെയ്ത് കാണിക്കല്ലേ. ഫുള്ള് ചെയ്ത് ലോയിലിട്ട് നോക്കാം. ലോയിലിട്ട് കുറച്ചുകൂടെ ഹീറ്റ് കിട്ടി നന്നായിട്ട് സ്ട്രൈറ്റ് ആക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ പോലെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്, മുടി ഡാമേജ് ചെയ്യും. അല്ല, ഒരു ദിവസം ഒരു വട്ടമൊക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് പാർട്ടീഷൻ എടുത്തിട്ട് ഞാൻ കാണിക്കാവേ. ഓക്കെ ഗൈസ്, അപ്പം ഇനി നേരത്തെ ഞാൻ ലോയിലാ ചെയ്തത്, ഇനി ഞാനൊന്ന് വാമി ചെയ്യാവേ. പാർട്ടീഷനൊക്കെ എടുത്ത് സെറ്റ് ആക്കി ഇട്ടേക്കോ പല്ലു. അതെന്തോ ഓണ, അതെന്തോ അങ്ങനെ ലൂസ് കണക്ഷൻ വരുന്നത്. ലൂസ് കണക്ഷൻ ഇവിടെ താഴെ കുറച്ച് പ്രശ്നം കേസ്, അതിന്റെയാണ് ഈ ലൂസ് കണക്ഷൻ. ബോർഡിലെ നമ്മൾ കുത്തിവെക്കുന്നത്. അതെന്തോ അപ്പൊ ഗൈസ് ചെറുതായിട്ട് ലൂസ് കണക്ഷൻ ഉണ്ടായിരുന്നു, റെഡി ആയി. പിന്നെ എങ്ങനെയുണ്ട്? നിങ്ങള് ഉടക്കൊക്കെ ഒന്ന് എടുത്തിട്ട് ചെയ്യണം, എനിക്ക് നല്ല ഉടക്കൊണ്ട് പിടിക്കും തൂമ്പത്ത്. ഞാൻ മീഡിയം ആക്കിയിട്ട് ചെയ്ത് നോക്കാതെ. എങ്ങനെയുണ്ട് ഇത്രയും ചെയ്തിട്ട്? നല്ല രസമുണ്ട്, റിസൾട്ട് ഉണ്ടോ? നല്ല റിസൾട്ട് ഉണ്ട്. നമ്മൾ ഒരു ഭാഗം ശരിയാക്കിയിട്ടുണ്ട്. നല്ല ഹീറ്റ് കയറ്റിയാലേ പറ്റൂന്നാ തോന്നുന്നു, ഇല്ലയോ? ഹീറ്റ് കയറ്റണം. പിന്നെ അതുപോലെ എന്റെ മുടിക്ക് നല്ല എണ്ണമയുണ്ട് ഗൈസ്, എണ്ണമയം. അതെ, അതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തായാലും കൊള്ളാം, ശിവന്റെ കണക്കിരിക്കുന്നു. ചീപ്പ് എടുക്കാനൊക്കെ നല്ല ഹീറ്റ് കയറ്റണം, എന്നാലേ ശരിയാവും. സംഭവം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നല്ല ഉറക്കമുണ്ട്. ചീപ്പ് എന്ന് പറയുന്നത് ചീപ്പ് പോലെ നല്ല സംഭവം. തലയായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ, എത്ര മതി. ഞാൻ ഫുള്ള് മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഒന്ന് ചെയ്ത് കാണിക്കാം. വെയിറ്റ് അപ്പം ഇത്ര ആയിട്ടുണ്ട്. പിന്നെ നമ്മള് ഒരു കേളിനെസ് ഒക്കെ മാറി, കുറച്ച് ഞാൻ ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് വന്നേക്കുവായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബൗൺസി ആയിട്ട് മുടി കിട്ടിയാനെ. ഇപ്പൊ നമുക്ക് ഇത് ഫുള്ള് ഞാൻ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് നല്ല രീതിക്ക് സെറ്റ് ആക്കിയിട്ട് കാണാം, ഇല്ലയോ?
ഗൈസ് അപ്പൊ അവസാനത്തെ എന്റെ ഔട്ട്ലുക്ക് ഇതാണ് ഗൈസ്. സംഭവം കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ എണ്ണ ഇട്ട് തലവരി ഗൈസ്. അപ്പൊ അങ്ങോട്ട് കൊറേ അടിക്കണം. ഇപ്പോഴാണ് സാധനം വന്നത്. ഞാൻ ഒരു ഹെയർ പാക്ക് ഇട്ട് എണ്ണ ഇട്ട് അങ്ങോട്ട് കഴുകിയിട്ട് ഇപ്പൊ സാധനം വന്ന് അപ്പൊ നമ്മള് അപ്പൊ തന്നെ നമ്മൾ അങ്ങ് വീഡിയോ എടുത്ത് ഗൈസ്. വീഡിയോ എടുത്ത്. പക്ഷെ ഇത് നല്ല ഷാമ്പു ഇട്ടിട്ട് നല്ല പൊടിയൊക്കെ പറത്തിട്ട് നമ്മൾ ചെയ്യുമായിരുന്നു. നല്ല എണ്ണമയുണ്ട്. തലയുണ്ടോ എണ്ണമയം. നല്ല കേളിയായിട്ട് കിട്ടിയത്. പക്ഷെ ഇത് ഇപ്പൊ കിട്ടിയതിന്റെ ഒരു ഇതില് നമ്മളങ്ങ് വീഡിയോ ആക്കിയതല്ലേ. സന്തോഷത്തിൽ എനിക്ക് അങ്ങ് യൂസ് ചെയ്യാൻ മുട്ടിരിക്കുക. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളൊരു കിഡിലെ ഷോർട്സ് ഇറക്കുന്നതായിരിക്കും ഗൈസ് ഇതിന്റെ. നല്ല രസമുണ്ട് ഗൈസ്. ഇത് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം മറ്റേ സ്ട്രൈറ്റ്നറിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പൊള്ളുന്നതൊക്കെ കുറവാണ് മറ്റേതിനെ സംബന്ധിച്ച്. അങ്ങനെ ചെവി അവിടെ ഒന്നും പൊള്ളത്തില്ല. പിന്നെ എന്താ പറയുക, സംഭവം എന്തോ നല്ല ഇത് എന്റെ പ്രൈസ് വരുന്നത് 2500 2400 സംതിങ് ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിയത്. ആ ഒരു പ്രൈസിന് ഇത് വേർത്ത് ആണെന്ന് തോന്നുന്നു. വേർത്ത് ആണ്. കാരണം ഇതിനകത്ത് 2 സെറ്റിങ് വരുന്നുണ്ട്. ഹോട്ട് എയർ ബ്രഷും ഡ്രയറും വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല നമുക്ക് വോളിയം തോന്നിക്കുന്നുണ്ട് മുടിക്ക്. പിന്നെ നമ്മൾ ഇത് ലോങ് ലാസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് സ്പ്രേ ഒക്കെ ഉണ്ട്. അതൊക്കെ അടിച്ചാലേ പറ്റുള്ളൂ. ഇതാണ് ഞാൻ ഇതൊന്നും ചെയ്യാതെ ഹീറ്റ് പ്രൊട്ടക്റ്റിങ് യൂസ് ചെയ്താണ് ഞാനിപ്പോൾ ചെയ്തത്. അതിൻ്റെ ഒരു ഡാമേജ് എൻ്റെ മുടിക്ക് കാണും. എന്തായാലും കൊള്ളാം ഗൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നും ഇത് ചെയ്യാതിരിക്കുക. വല്ലപ്പോഴും എന്തെങ്കിലും ഒക്കേഷനൊക്കെ പോകുമ്പോൾ മാത്രം ചെയ്യുക. അപ്പം നല്ല രസമുണ്ട് ഗൈസ്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം കുഞ്ഞു അങ്ങനെ ഹാപ്പി ആയി. നമ്മള് ഹാപ്പി. അപ്പം ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിന്റെ റിവ്യൂ പറഞ്ഞോണ്ട് നമ്മൾ പറഞ്ഞാണ് ഗൈസ്. അപ്പൊ ഇതിന്റെ ഷോർട്സ് എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. അതെ. അപ്പൊ ഓക്കെ ഗൈസ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ ബൈ. ബൈ.